ഹലോ, നമസ്കാരം. തുടരും. സിനിമ കണ്ടു. എനിക്ക് പറയാൻ ഒരു മടിയില്ല. എൻ്റെ കണ്ണിന്നൊക്കെ വെള്ളം ചാടി. സീരിയസ്ലി മാൻ, ഞാൻ ഒരു ഒരു തരത്തിലും എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല. എൻ്റെ കണ്ണിന്ന് വെള്ളം ചാടി. ജാതിപ്പാടം. നിങ്ങൾ ഈ ഒരു സിനിമ കൂടുതലൊന്നും പറയാനില്ലടോ. ഈ ഒരു സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കുക, തിയേറ്ററിൽ തന്നെ ഈ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മിസ്സാക്കരുത്. കിടിലം പടം, ഗംഭീര പടം, അതിഗംഭീര പടം. തരുൺ മൂർത്തി മുത്തേ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങളെ കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ തന്നിട്ടുണ്ടാവും. അത്രയും സ്നേഹം തോന്നുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. കാരണം അത്രയും നല്ലൊരു സിനിമയാണ് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത്. നല്ല ഗംഭീരമായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ മനുഷ്യൻ എന്താ പെർഫോമൻസ്. എത്ര നാളായി കണ്ടിട്ട് ഈ ഒരു റേഞ്ച് പരിപാടികളൊക്കെ, സ്റ്റാർ പരിപാടികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഇഷ്ടമാണ്, ഓക്കെയാണ്. പക്ഷെ ആസ് ആൻ ആക്ടർ എന്നുള്ള പരിപാടി കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു സിനിമയിലൂടെ ആ ഒരു ലാലേട്ടനെ തന്നു. ആര്? തരുൺ മൂർത്തി. അജാതി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അജാതി പെർഫോമൻസ് മോനെ. മാസ് കണ്ടിട്ട് ആൾക്കാർ കയ്യടിക്കും, അതേപോലെ തന്നെ ഈ അഭിനയം കണ്ട് കയ്യടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ന് തിയേറ്ററിൻ്റെ അകത്ത് ലാലേട്ടൻ്റെ പെർഫോമൻസ് കണ്ടിട്ട്. അതാണ് നമ്മളിങ്ങനെ കാത്തിരുന്നിട്ടേ, നമ്മളിങ്ങനെ ആക്രാന്തത്തോടുകൂടി കാത്തിരുന്ന് കിട്ടുന്ന സമയത്തുള്ള ഒരു ആവേശമാണ്. നമ്മൾ മിസ് ചെയ്തിരിക്കുന്നില്ല ലാലേട്ടനെ. ഒരു ആക്ടർ ലാലേട്ടനെ മിസ് ചെയ്തിരിക്കുന്നില്ല. ആ ലാലേട്ടനെ കിട്ടി, ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി പറ്റി. അതാണ് ഞാൻ പറഞ്ഞത് കണ്ണ് നിറഞ്ഞു എന്ന് പറയാൻ കാരണം. ഞാൻ മമ്മൂട്ടി ഫാനാണ്, തുറന്നു പറയാം മമ്മൂട്ടി ഫാനാണ്. പക്ഷേ ലാലേട്ടൻ മുത്താണ്. ഇതിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. കണ്ടു, സന്തോഷം. കിട്ടില്ല. എനിക്കിതിൻ്റെ അകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെ കുറിച്ചും കാര്യമായിട്ടെടുത്ത് പറയണമെന്നുണ്ട്. പല സീനുകളെ കുറിച്ച് പറയണമെന്നുണ്ട്, പല സാഹചര്യങ്ങളെക്കുറിച്ച് പറയണമെന്നുണ്ട്. മുട്ടി നിൽക്കുകയാണ്. കാരണം അത്രയും ഗംഭീരമായിട്ടാണ് പല സീനുകളും പലരും ചെയ്തിരിക്കുന്നത്, എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇത് പറഞ്ഞാൽ സ്പോയിലായി പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് തിയേറ്ററിൽ പോയിട്ട് നിങ്ങളിത് കാണാൻ വേണ്ടി ശ്രമിക്കുക. മിസ് ചെയ്യരുതെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഇതിൻ്റെ അകത്ത് ലാലേട്ടൻ്റെ ഒരു ഇമോഷണൽ സീനുണ്ട്, ബാത്റൂമിൽ വെച്ചിട്ട് കയ്യടിയായിരുന്നു തിയേറ്ററിൽ പെർഫോമൻസ് കണ്ടിട്ട്. അതാണ് നമുക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി എന്നുള്ളതാണ്. അത് ആ സ്ക്രിപ്റ്റിൻ്റെ ബലവും പെർഫോമൻസിൻ്റെ ബലവും, അതാണ് സ്ക്രിപ്റ്റും ആക്ടറിൻ്റെ പെർഫോമൻസും എല്ലാം കൂടി വരുന്ന സമയത്ത് ആൾക്കാർക്ക് ഇമോഷണലി കണക്ട് കിട്ടുകയാണ്. അങ്ങനെയാണ് ഒരു സിനിമ സക്സസ്ഫുൾ ആവുന്നത്. അത്ര പറയാനുള്ളൂ. ലാലേട്ടൻ എന്താ, മോഹൻലാൽ ഈസ് മോഹൻലാൽ, തരുൺ മൂർത്തി മുത്ത്, പിന്നെ ബിനു പപ്പു കിടിലം പെർഫോമൻസ്, അടിപൊളി പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പെർഫോമൻസ്. പിന്നെ ജോർജ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്തൊരു ചങ്ങാതി ഉണ്ട്, കിടിലം പെർഫോമൻസ്, ഗംഭീര പ്രകടനം എന്ന് പറഞ്ഞാൽ ഗംഭീര പ്രകടനം, അടിപൊളിയായിട്ട് മൂപ്പര് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ശോഭന മാം, എന്താ ഞാൻ പറയുക ഇവരെ കുറിച്ചിട്ടൊക്കെ, എന്താ പെർഫോമൻസിനെ കുറിച്ചൊക്കെ എന്താ ഞാൻ പറയുന്നത്. ഇവരൊക്കെ അടിപൊളി പെർഫോമൻസ് അല്ലേ, എന്താ ഇതിനെ കുറിച്ചിട്ടൊക്കെ പറയേണ്ടത്. അത്രയേ ഉള്ളൂ. ഓവറോൾ അടിപൊളി സിനിമ. തുടരും. അടിപൊളി സിനിമ എന്ന് പറഞ്ഞാൽ അടിപൊളി സിനിമ മോനെ. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% സാറ്റിസ്ഫാക്ഷൻ. എനിക്ക് ഇതൊക്കെ ഇപ്പോൾ വായിൽ വരുന്നുള്ളൂ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുന്ന സമയത്ത്. കിട്ടില്ല സിനിമ. ലാലേട്ടനെ വെച്ച് സിനിമയൊക്കെ എടുക്കാൻ ആളുകൾക്ക് ആഗ്രഹം പോരാ. എനിക്ക് കുറേ ആൾക്കാരുടെ അടുത്ത് പറയാനുള്ള കാര്യമാണ്, വെറുതെ ലാലേട്ടനെ വെച്ചിട്ട് സിനിമ എടുക്കാനുള്ള ആഗ്രഹം പോരാ. ലാലേട്ടൻ ആരാണ്, എന്താണ്, അയാളുടെ പൊട്ടൻഷ്യൽ എന്താണ്, അങ്ങേരെ എങ്ങനെ കാണിച്ച ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അയാളതിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള കഴിവ് വേണം, ചിന്താശക്തി വേണം. അതുണ്ടെങ്കിൽ മാത്രം പുള്ളിയെ വെച്ചിട്ട് പടം എടുത്താൽ മതി. അല്ലാണ്ട് അങ്ങേരെ വെച്ചിട്ട് കോമാളി കളിപ്പിക്കുന്ന പരിപാടിയല്ല സിനിമ. അത് ആൾക്കാർ ഏറ്റെടുക്കില്ല. എത്ര വലിയ സ്റ്റാറാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെന്ത് ചെയ്യണം, നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ലാലേട്ടനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അതിനുള്ള കഴിവ് വേണം. അതിനുള്ള കഴിവ് ആർക്കുണ്ട്? തരുൺ മൂർത്തിക്കുണ്ട്,
ഇതിൻ്റെ അകത്ത് കാണിച്ചു തന്നു. ഇനി ആരെങ്കിലും തട്ടിക്കൂട്ട് പരിപാടികൾ മൂപ്പരെ വെച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോയിട്ട് ഈ സിനിമ ഒന്ന് കണ്ടു നോക്കുക. ആ ഒരു സിൻസിയാരിറ്റി കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ്, മനസ്സിലായില്ലേ? ഉള്ളിൽ തട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഉള്ളിൽ തട്ടിയിട്ട്. കാരണം ലാലേട്ടൻ്റെ അടുത്ത കാലത്ത് ഇറങ്ങിയ പല സിനിമകൾ കണ്ടിട്ട് എനിക്ക് ദേഷ്യവും സങ്കടമൊക്കെ ഒരുമിച്ച് ആക്ച്വലി വന്നിട്ടുണ്ട്. കാരണം എന്തൊരു നടനാണ്, എന്തൊരു പൊട്ടൻഷ്യൽ ഉള്ളൊരു നടനാണ്. അയാൾക്ക് മര്യാദയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു. ഇത് കണ്ട സമയത്ത് അതാണ് ഇത്രയും ഒരു ഗൂസ്ബംസും അല്ലെങ്കിൽ ഇത്രയും ഒരു സന്തോഷവും ആനന്ദ കണ്ണീരൊക്കെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ്. അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. അടിപൊളി സിനിമ, അടിപൊളി സിനിമ. ഈ ഒരു സിനിമ എത്ര നല്ല നല്ല മൊമെന്റ്സ് അതിൻ്റെ അകത്ത്. തുടങ്ങി നല്ല രസമായിരുന്നു. സിനിമ തുടങ്ങുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചിരിക്കാനുള്ള പരിപാടി, ചിരിക്കാന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുക അങ്ങനെയല്ല, പക്ഷെ സിറ്റുവേഷണലി ചില ഡയലോഗ്സ് മോഹൻലാൽ പ്രസന്റ് ചെയ്യുന്ന സംഗതി, ബോഡി ലാംഗ്വേജ് പരിപാടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല രസം. ലാലേട്ടനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനുള്ള ഒരു 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 പരിപാടിയാണ്. നല്ല രസമായിട്ട് അത് ചെയ്തു വെച്ചിട്ടുമുണ്ട്. ഫസ്റ്റത്തെ ഹാഫിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്. അടിപൊളിയായിരുന്നു. അതിൽ റെഫറൻസ് പരിപാടികളും കുറച്ച് ഇതിൻ്റെ അകത്ത് വെട്ടിയിട്ട വാഴത്തണ്ട്, അതുപോലെ താടിയുടെ കഞ്ഞി എടുക്കട്ടെ എന്നുള്ള സംഗതികളൊക്കെ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഫോഴ്സ്ഫുള്ളി ചെയ്ത പോലെ തോന്നിയതുമില്ല എന്നുള്ളതാണ് കഴിവ്. അതായത് ഡയറക്ടറിൻ്റെ കഴിവ്. അത് ഫോഴ്സ്ഫുള്ളി ചെയ്തതായിട്ട് തോന്നിയില്ല. അത് പുള്ളി ലാലേട്ടനാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു, കയ്യടിയായിരുന്നു, ചിരിയായിരുന്നു ആ സീനിനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നല്ല ഫീൽ സുഖമായിട്ട് പോകുന്നൊരു ഒരു സിനിമയായിരുന്നു. നല്ല ഫണ്ണായിരുന്നു, നല്ല രസമായിരുന്നു. എന്താ പറയുക, അതിനുശേഷം ഇവിടെ നിങ്ങളുടെ റൂട്ട് മാറും. അതെന്ത് ഏതെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ നിങ്ങളുടെ മൂഡേ മാറും, സിനിമയുടെ മൂഡ് മാറി. പിന്നെ അവിടെ നിങ്ങളുടെ ഭീകരമായ ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു രീതിയിൽ വേറൊരു യൂണിവേഴ്സിലേക്ക് നമ്മൾ പോകുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു മൂഡിലേക്ക് ഈ ഒരു സിനിമ കൊണ്ടുവന്ന് എത്തിക്കും. പിന്നെ അവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് കാണുകയാണ്. അവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ പെർഫോമൻസ് കാണുകയാണ്. ലാലേട്ടൻ്റെ പെർഫോമൻസും ബീനു പപ്പുവിൻ്റെ പെർഫോമൻസും പിന്നെ ജോർജ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ചങ്ങായിയുടെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശോഭന മാമിൻ്റെയും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സിനിമ. ദിസ് ഈസ് സിനിമ. ദിസ് ഈസ് വാട്ട് we want and this is what we deserve. We audience deserve this kind of movies. ലാലേട്ടൻ ഓൾസോ ഇത്തരത്തിലുള്ള സിനിമകളാണ് ഡിസേർവ് ചെയ്യുന്നത്. അല്ലാണ്ട് കുറേ ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല സിനിമകളുടെ. കുറേ ഇറക്കി കോമാളി കളിപ്പിച്ചല്ലോ ആ ചങ്ങായിനെ. ഇത് കാണണം, ഇങ്ങനത്തെ പടങ്ങൾ. അടിപൊളി സിനിമ. തരുൺമൂർത്തി, നിങ്ങളിൽ എനിക്ക് ആക്ച്വലി നേരത്തെ വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ കൂടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. 100% വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ ഇത് ഗംഭീര സിനിമയായിരിക്കും. എമ്പുരാൻ ഇറങ്ങുന്നതിന് മുമ്പേ എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി എന്തോരം എക്സൈറ്റ്മെൻറ്റിൽ എന്തോരം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നോ അതേ ലെവൽ പ്രതീക്ഷയും ഇതോടുകൂടി തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകനുള്ളൊരു വിശ്വാസവും അയാളുടെ കഴിവിലുള്ളൊരു വിശ്വാസവും അയാളുടെ ഇതിന് മുൻകാല സിനിമകളുടെ ക്വാളിറ്റി വെച്ചിട്ടും അയാളുടെ മേക്കിംഗ് സ്റ്റൈൽ വെച്ചിട്ടും ലാലേട്ടൻ അയാളുടെ മുന്നിലേക്ക് ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ വരുന്നു. അയാളെ വളരെ ആത്മാർത്ഥമായിട്ട് യൂസ് ചെയ്യും. ഫോഴ്സ്ഫുള്ളി പഴയ ലാലേട്ടനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് 100% ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു പ്രതീക്ഷ ഈ ഒരു സിനിമയോട് എനിക്ക് ആക്ച്വലി ഉണ്ടായിരുന്നത്. അതൊരു തരത്തിലും ആ പ്രതീക്ഷ തെറ്റിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഗംഭീര എക്സ്പീരിയൻസ് ആകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള പാട്ടുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വന്ന പാട്ടുകൾ, ഫസ്റ്റത്തെ പാട്ട് തന്നെ നല്ല രസമായിരുന്നു. ഇതൊക്കെ നല്ല ഫീലായിരുന്നു. ഇതൊക്കെ ആ പാട്ടിൻ്റെ ഇടയിൽ കൂടെ തന്നെ മറ്റേ ലാലേട്ടൻ്റെ മറ്റേ ഫോട്ടോസും പരിപാടികളൊക്കെ കാണിക്കുന്ന ഒരു സംഗതിയൊക്കെ ഉണ്ട്. അത് നല്ല രസമായിരുന്നു. വിഷ്വലി കാണാനാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല രസമായിരുന്നു. മൊത്തത്തിൽ മ്യൂസിക്കും പരിപാടിയൊക്കെ ഗംഭീരമായിരുന്നു. എവ്രിത്തിങ്. ഇതിനകത്ത് ഞാനൊന്നും എൻ്റെ പെർസെപ്ഷനാണ് പറയണത്. എനിക്ക് ഇതിനകത്ത് ഒരു നെഗും കണ്ടുപിടിക്കാൻ ഐ ഡോണ്ട് വാണ്ട് ടു. ഈ ഉണ്ടെങ്കിൽ തന്നെ ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഈ സിനിമയെക്കുറിച്ച് ഫീൽ ചെയ്ത കാര്യമാണ് ഞാനിപ്പോൾ ഈ കുത്തിയിരുന്ന് പറഞ്ഞത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിനകത്ത് കിട്ടിയത്. കണ്ണും നിറഞ്ഞു പോയി. സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ടും പെർഫോമൻസ് കണ്ടിട്ടും ഇമോഷണൽ കണക്റ്റ് ആണെങ്കിലും നല്ല രീതിയിൽ കിട്ടി. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അത്രേ പറയാനുള്ളൂ.